ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട സുധി പങ്കജ്. നല്ലത് ചെയ്യാനായി അസാധാരണമായ സാഹചര്യങ്ങൾക്കായി കാത്തിരിക്കേണ്ട, അതിനു സാധാരണ സാഹചര്യങ്ങൾ തന്നെ മതിയാകും. ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല കേട്ടോ, പ്രശസ്തനായ ചാൾസ് റിസ്റ്റർ പറഞ്ഞ വാക്കുകളാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, ചില വ്യക്തികൾ എന്നെ കണ്ടുമുട്ടുമ്പോൾ പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ ജീവിതം ഇങ്ങനെ ഗതിയില്ലാത്ത രീതിയിൽ, പച്ചപിടിക്കാത്ത രീതിയിലൊക്കെ ഒന്നും നേടാനാകാതെ, ഒന്നും സമ്പാദിക്കാനാകാതെ, ഇല്ലെങ്കിൽ ഇതിങ്ങനെ പരാജയത്തിൻ്റെ കൈപ്പേറി അതിൻ്റെ മുൾമുനയിലേറി ജീവിച്ചു തീർക്കുകയാണ്. എന്നെക്കൊണ്ട് സമ്പാദിക്കാനോ എന്നെക്കൊണ്ട് നേടാൻ പറ്റുകയോ ഞാൻ ആഗ്രഹിച്ച മാതിരി ജീവിക്കാൻ പറ്റുകയില്ല എന്നൊക്കെ അവരെന്നോട് പറയാറുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു വ്യക്തിയുടെ ശക്തിയും ദൗർബല്യവും ശുദ്ധിയും അശുദ്ധിയുമെല്ലാം അയാളുടേത് മാത്രമാണ്. മറ്റാർക്കും അതിന് യാതൊരു സ്ഥാനവും പൊങ്ങുമില്ല. ആ വ്യക്തിയെ ആശ്വസിപ്പിക്കാൻ മാത്രമേ നമ്മളിപ്പോൾ താക്കൊക്കെ സാധിക്കൂ. സ്വയം മാറേണ്ടതും സ്വയം മാറ്റിയെടുക്കേണ്ടതും എന്ന തീരുമാനമെടുക്കേണ്ടത് ആ വ്യക്തി തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ സന്തോഷവും ദുഃഖവും ഒക്കെ ആ മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉയർക്കൊള്ളുന്നതാണ്. ചില ദുരിതങ്ങൾ നമ്മൾ സ്വയം പേറുകയാണ്. ചില പരാജയങ്ങൾ നമ്മൾ സ്വയം വരുത്തി വെക്കുന്നതാണ്. ചില പരാജയങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് അതിനെ പ്രയാസപ്പെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ കെട്ടുപിടഞ്ഞ് ജീവിതം അങ്ങനെ ജീവിച്ചു തീർക്കുകയാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്നാൽ കഴുതുകൾ പോലും അതിജീവനം അസാധ്യമാകുന്നു എന്ന് തോന്നുമ്പോൾ സ്വന്തം വഴി തേടാറുണ്ട്. പ്രശസ്തമായ ഒരു നാടോടി കഥയാണ് എനിക്കിപ്പോൾ ഓർമ്മ. നിങ്ങൾ പല ആവർത്തി പല സ്ഥലത്തും ഈ കഥകളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഞാനിതിപ്പോൾ അറിയാത്തവരോടായിട്ട് പറയുകയാണ്. ഒരു കർഷകൻ്റെ കഴുത ഒരു ദിവസം കിണറ്റിൽ വീണു. ആ കഴുത കിണറ്റിൽ വീണതിന് ശേഷം കഴുതയ്ക്ക് രക്ഷപ്പെടാൻ കഴിയാതെ കഴുത വളരെ ദയനീയമായി പിൻവലിക്കുകയും കർഷകൻ ഓടി വന്ന് നോക്കുമ്പോൾ തൻ്റെ കഴുത കിണറ്റിൽ വീണ് കിടക്കുന്നു. അദ്ദേഹം അതിനെ വലിച്ചു കയറ്റി അത് രക്ഷപ്പെടുത്താൻ ഒരുപാട് നേരം ശ്രമിച്ചു. അദ്ദേഹത്തിന് അത് സാധിക്കുന്നില്ല. കഴുതയ്ക്ക് കുറച്ച് വയസ്സായത് കൊണ്ടാക്കാം ആ കർഷകൻ അതിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ആ കിണറ്റിൽ തന്നെ അതിനെ കുഴിച്ചു മൂടാൻ എന്ന് അയാൾ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ 2 സുഹൃത്തുക്കളെയും കൂട്ടി വന്ന് ഈ കഴുതിയെ കിണറ്റിൽ തന്നെ കുഴിച്ചു മൂടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഈ കർഷകനും സുഹൃത്തുക്കളും കൂടി കിണറ്റിലേക്ക് ചപ്പും ചവറും മണ്ണുമൊക്കെ മാറി വിടുമ്പോൾ കഴുത ദയനീയമായി വിലപിച്ചു. അത് നിർത്താതെ കരയുകയാണ്. ഓരോ പ്രാവശ്യവും മണ്ണും ചവറും ഒക്കെ ഈ കഴുതയുടെ മുകളിലേക്ക് വരുമ്പോൾ കഴുത അത് കുടഞ്ഞ് അതിന് മുകളിൽ കയറുന്നു. പിന്നെയും കർഷകനും സുഹൃത്തുക്കളൊക്കെ ഇത് മണ്ണ് വാങ്ങിച്ചപ്പം വാരിയിട്ട് മൂടാൻ ശ്രമിക്കുമ്പോൾ കഴുത അതൊക്കെ ശരീരത്തിൽ നിന്ന് കുടഞ്ഞ് താഴെയിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കും. കുറച്ച് സമയം കഴിഞ്ഞ് ആ കഴുതയുടെ ദയനീയമായ കരച്ചിൽ കൃഷിക്കാരൻ കേൾക്കാതെയായി. ഈ കർഷകൻ്റെ ഈ പ്രവൃത്തി ചെയ്യുന്നത് മൂലം ഇങ്ങനെ ചെയ്യുമ്പോൾ കഴുതയുടെ ആ ഒരു പ്രവൃത്തിയും തുടർന്നുകൊണ്ടിരുന്നു. ഈ മണ്ണിൻ്റെ മുകളിലും ചപ്പും ചവറും മണ്ണിന് മുകളിലൊക്കെ കയറിയിരുന്ന് അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഈ കഴുത കിണറിൻ്റെ പുറത്തെത്തി കഴുത രക്ഷപ്പെട്ടു. മൈ ഡിയർ ഫ്രണ്ട്സ്, കഴുത പോലും കഴുതയുടെ ജീവിതം തീർന്നു എന്ന് കരുതിയെടുക്കുന്ന കഴുത രക്ഷപ്പെട്ട് പുറത്തു വന്നു. നമ്മുടെ ചില സുഹൃത്തുക്കളും ഇതുപോലെയാണ്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും എത്ര വന്നാലും അതിൽ നിന്നും അത് കുതിരി മാറി കുടഞ്ഞു മാറ്റി അവർ രക്ഷപ്പെടാൻ ഒരിക്കലും ശ്രമിക്കാറില്ല. ഇങ്ങനെ കുതിരി മാറി അതിൽ നിന്നും ആയ ആൾക്കാർക്ക് മാത്രമേ ഇത്തരം പരാജയങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ട് നമുക്ക് നമ്മുടേതായ സുഗമമായ ആ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുള്ളൂ. ജീവിതം നിങ്ങളുടെ മീതെ എല്ലാ തരത്തിലുള്ള ചവറും മണ്ണും എല്ലാ പ്രശ്നങ്ങളും കോരിയെറി. എത്ര ആഴത്തിലുള്ള കിണറിലായാലും ചവറിൻ്റെ മീതെ കയറി നിൽക്കാൻ നമ്മൾ ശ്രമിക്കുക. ഒരിക്കലും
പരിശ്രമം നിർത്താൻ പാടില്ല. ഒരിക്കലും തിരിഞ്ഞൊന്നും പാടില്ല. ചവറ് കുടഞ്ഞു കഴിഞ്ഞ് അതിന്മേൽ കയറി ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ വകഞ്ഞു മാറ്റി തട്ടി മാറ്റി നമ്മുടെ നേട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരിക. നേട്ടങ്ങളിൽ താല്പര്യമില്ലാത്ത ആളിന് ത്യാഗവും കുറച്ച് മതി എന്ന ചിന്തയുണ്ടാകും. ഉന്നത നിലയിൽ എത്താൻ ആഗ്രഹിക്കുന്നവർ ചിലപ്പോൾ മഹത്തായ ത്യാഗങ്ങൾക്ക് തയ്യാറാകേണ്ടി വരും. താങ്ക് യു മൈ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.